ഹലോ സുഹൃത്തുക്കളെ. ആ, രാവിലെ തന്നെ നല്ല വെയിലും തെളിച്ച് നോക്കിയിട്ടുണ്ടല്ലേ. ഇതാ ചേട്ടനും അനിയത്തിമാരും കൂടിയിട്ട് വെയിലത്ത് നല്ല കളിയാണ്, ചുറ്റി നടക്കലാണ്. ഇന്ന് ഞാൻ ഇവരെ രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടതാണ്. സാധാരണ ഞാൻ പുറത്തിറക്കി വിടാറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്ത് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ മാറി അന്തരീക്ഷമൊക്കെ ഒന്ന് നല്ലോണം തെളിഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പോൾ അവരൊന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം പിടിച്ച് അകത്തേക്ക് ആക്കാത്തതാണ് കേട്ടോ. ജിഞ്ചുവിനാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണെന്നുണ്ട് ആള് അവിടെ ഇരിപ്പാണ്. നാണിച്ചിരിപ്പാണോ എന്നറിയില്ല. ഒരാളിതാ ഇവരുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജിഞ്ചുവും ഒരാളും മാത്രം നടക്കുന്നുണ്ട് അവിടെ. മറ്റൊരാളവിടെ ജിഞ്ചുവിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കുറുമ്പ് കാണിച്ച് നടക്കണം എന്നാണ് എല്ലാവരും. എന്തായാലും വെയിലല്ലേ, നടക്കട്ടെ പിള്ളേർ. അവിടെ പുല്ലൊക്കെ തിന്ന് പുല്ലിൻ്റെ നാമ്പൊക്കെ കടിച്ച് ഇവിടെ കളിച്ച് നടക്കട്ടെ. നല്ല വെയിലുമുണ്ട്. കുട്ടികളിങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു രസമല്ലേ കാണാനായിട്ട്. ഞാനും ഇവരെ കളിയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഇവരുടെ പിന്നാലെ. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കും ജിഞ്ചു ഒന്നും ചെയ്യാതെ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല ആൾ. ഇത്ര നേരം പിള്ളേരെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ചെയ്യണില്ല ആൾ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. അത് ചെറുതായിട്ട് നാണം വരുന്നുണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയല്ലേ. അവർ മറ്റവർ രണ്ടുപേരും നല്ല കളികളാണ്. അനിയത്തിമാർ രണ്ടുപേരും നല്ല കളിയാണ്, ഓടിക്കളിയാണ്. ഇവർ കുറേ ദിവസമായിട്ട് മഴയായ കാരണം എവിടേക്കും പുറത്തേക്ക് ഒന്നും ഇറങ്ങാനോ മുറ്റത്തേക്കൊന്നും കളിക്കാനോ ഒന്നും പറ്റാതെ ഇരിക്കുകയായിരുന്നല്ലോ. എവിടെ കാണുന്നില്ലല്ലോ. അതാ ഇവിടെയുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പൂജയൊക്കെ നടന്നു എന്ന്. അപ്പോൾ ആ പൂജ നടന്നപ്പോൾ അന്ന് അതിനു വേണ്ടി കൊണ്ടുവന്നിട്ട വിറകുകളും അതുപോലെ ആ പൂജ നടന്നപ്പോൾ അവിടെ നിലത്തൊക്കെ വെള്ളമായിരുന്ന കാരണം അവർ നിലത്ത് ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ഫ്ലെക്സൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചവിട്ടിയും അതെല്ലാം എടുത്ത് അവിടേക്ക് ഇട്ടിട്ട് അതെല്ലാം അങ്ങനെ തന്നെ. അന്ന് മുതലേ മഴയാണ്, സംക്രാന്തി മുതലേ മഴയാണല്ലോ. അപ്പോൾ അത് കാരണം ആർക്കും ഒന്നും വൃത്തിയാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ്. ആ കൊണ്ടുവന്നിട്ട വിറകുകളും അതുപോലെ തന്നെ അവിടെ ഇട്ട ഫ്ലക്സും സാധനങ്ങളെല്ലാം അവിടെ കിടക്കുകയാണ്. പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് ഓടിക്കളിക്കുന്നുണ്ട്. ആ വിറകിൻ്റെയൊക്കെ ഇടയിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക, വിറകിൻ്റെ ഇടയിലൊന്നും. പിന്നെ അവിടെ നിന്നിരുന്ന മെക്സിക്കൻ ടൂളിപ്പ് എന്ന് പറഞ്ഞ മരം വെട്ടിയിട്ടതിൻ്റെ ചില്ലകളുമുണ്ട്. അതിന്മേ പൊടിപ്പും വന്ന് നിൽക്കുന്നുണ്ട്. അമ്മ കാണണ്ട, അമ്മയ്ക്ക് ആ ചെടി തീരെ ഇഷ്ടമല്ല. ഞാൻ മൂന്നാറിൽ ട്രിപ്പ് പോയപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൻ്റെ മദർ പ്ലാന്റൊക്കെ വലിയ